ഒരു വലിയ സങ്കീർത്തനമാണ്. 119 കഴിഞ്ഞിട്ടുള്ള വലിയ സങ്കീർത്തനമാണ് പറഞ്ഞത്. ദാവീദ് തൻ്റെ രാജ്യത്തിൽ യുദ്ധങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പാടുന്ന സങ്കീർത്തനമാണ് 18-ാം സങ്കീർത്തനം. ഒത്തിരിയേറെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന, ദാവീദിന്റെ ജീവിതത്തിലെ മുഴുവനും സംഭവത്തിലും ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് ദാവീദ് പാടുകയാണ്: കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം കേട്ടു, യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്ന് തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ചുള്ള പ്രവചനമാണിത്. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും. ഇങ്ങനെ കുറേ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുകയാണ് ദാവീദ്. എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറ, എൻ്റെ പരിച, എൻ്റെ രക്ഷാശൃംഗം, എൻ്റെ അഭയ കേന്ദ്രം. ഇങ്ങനെ ദാവീദിന്റെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങളിൽ ദൈവം കോട്ടയായി നിന്നത്, പരിചയായി മാറിയത്, രക്ഷാശൃംഗമായി മാറിയത്. ഇങ്ങനെ അതെല്ലാ സംഭവങ്ങളും കണ്ടുകൊണ്ട് പാടുകയാണ്. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പ്രാർത്ഥന കേട്ടു. ഇങ്ങനെ അത്യുന്നതനായ ദൈവം തന്റെ ശക്തമായ ശബ്ദം മുഴക്കി. ഇങ്ങനെ ഓരോ രീതിയിലും ദൈവം വിടുവിച്ച പ്രവർത്തനങ്ങൾ കാണുകയാണ്. പിന്നീട് പകുതിയോടെ ആയുമ്പോൾ വീണ്ടും പറയുന്നു: വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്തത പുലർത്തുന്നു, നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു, നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു. വീണ്ടും വലിയ കോൺഫിഡൻസോടുകൂടി പറയും. ഈ സങ്കീർത്തനങ്ങളിലുള്ള ദാവീദിന്റെ ഏറ്റവും ദൈവത്തിലുള്ള ആശ്രയവും ധൈര്യവും പ്രകടിപ്പിക്കുന്ന ഒരു വചനമാണിത്. അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും, എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. വീണ്ടും തന്നെ എതിർക്കാൻ വന്ന സകല ശത്രുക്കളെയും കാറ്റിൽ പറക്കുന്ന ധൂളി പോലെ പൊടിച്ചു കളഞ്ഞ ദൈവത്തെ പാടി പ്രകീർത്തിക്കുന്നു. ഇങ്ങനെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും എടുത്തുകൊണ്ട് ദൈവം ചെയ്ത സകല നന്മകളെയും അത്ഭുത പ്രവർത്തനങ്ങളെയും ധ്യാനിച്ച് സങ്കീർത്തകൻ പാടുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇക്കാലം അത്രയും ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം. ഓരോന്നും പാടുമ്പോഴും ദൈവത്തിന്റെ ഈ വചനം നമ്മിൽ സംഭവിച്ചതോർത്ത് നന്ദി പറയാം. വചനം നമ്മിൽ സമൃദ്ധമായി വസിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം. ഇങ്ങനെ ഈ സങ്കീർത്തനത്തിലുള്ള അഭിഷേകം, ഈ വചനത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ചേർന്ന് പാടാം. സങ്കീർത്തനം 18.
ഇരിക്കാം. അപ്പൊ ഒരു നല്ല വാർത്ത അച്ഛന്മാരോട് സംസാരിച്ചു. എല്ലാവരും വെടി ചെയ്തിരിക്കുന്നു. 4-ാം തീയതി മുതൽ 12-ാം തീയതി വരെ. അപ്പൊ നമ്മളത് ക്ലാസ് നടത്തുന്നത് നമ്മളുടെ ആ ഹാളിലായിരിക്കും. അവിടെ 70 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ നമ്മൾ തൽക്കാലം 70 പേർക്ക് വേണ്ടി എടുക്കാം. പിന്നെ ഒരു അഭിപ്രായമുള്ളത് ഫുള്ളായിട്ട് വരണം എല്ലാവരും 70 പേര് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇങ്ങനെ നമുക്കൊരു എല്ലാ ദിവസവും ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. ഈ വരുന്നവർ എല്ലാ 9 ദിവസവും ഉണ്ടായിരിക്കും. പിന്നെ മറ്റൊന്ന് നമ്മളിനി അത് വേറെ അനൗൺസ്മെന്റ് ഒന്നും ചെയ്യാനുള്ള സമയവും അവരുടെ ജീവരക്ഷയൊന്നും ഇത് അനൗൺസ് ചെയ്യില്ല. നിങ്ങളാണ് രക്ഷ. നിങ്ങളാവുന്ന മാധ്യമത്തിലൂടെ സംബന്ധിച്ചോ നിങ്ങൾ ഓരോരുത്തരും അതിനെ ഇപ്പോൾ ഇതിൻ്റെ ക്ലാസ്സും ഇതും കണ്ടിട്ട് എനിക്ക് തോന്നി ഇന്ന ആളുകൾ ഇതിന് പങ്കുചേരാൻ വളർച്ചയിൽ ഉള്ള ആളുകളെ കണ്ടുപിടിച്ച് അവരെ നിങ്ങൾ തന്നെ പ്രേരിപ്പിച്ച് നിങ്ങളുടെ അനുഭവം പങ്കുവച്ച് പറഞ്ഞു വേണം. ഇതിനെ കോണ്ടാക്ട് ചെയ്യേണ്ടത് മാനുവലിൻ്റെ നമ്പർ തരാം. മാനുവലിൻ്റെ നമ്പർ എടുത്തോ. മാനുവലിൻ്റെ ഇത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാനാണ് നല്ലത്. അപ്പോൾ നമ്മൾ 70 പേരെ കൂടുതൽ എടുക്കില്ല, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. നമ്പർ 974 974 974 748 748 8269 974 748 8269. മാനുവലോ ജയിലോ എടുക്കാറില്ല. കിട്ടിയില്ലേ? പ്രത്യേകം ഒന്നുകൂടി 974 748 8269. ഡേറ്റ് ഫെബ്രുവരി 4-ാം തീയതി മുതൽ 12-ാം തീയതി വരെ രാവിലെ തന്നെ തുടങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 10-15 മണിയാകുമ്പോൾ തുടങ്ങണം. കുർബാനയെല്ലാം ഇവിടെ ഓരോ ദിവസം കുർബാനയിൽ പങ്കെടുച്ചതിൽ ഇവിടെ താമസമായിരിക്കും, ഭക്ഷണവും ഇവിടെ ആയിരിക്കും ധ്യാനകേന്ദ്രത്തിൽ. അപ്പോൾ അതിൻ്റെ പൈസ എല്ലാം ധ്യാനകേന്ദ്രത്തിലേക്ക് സാധാരണ ചെയ്യാനുള്ളമായി കൊടുക്കണം. അവിടെ ക്ലാസ് എടുക്കാം. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അവിടുത്തെ സൗകര്യം പോരെങ്കിൽ തമിഴ് എന്തെങ്കിലും സൗകര്യം തരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കതിനെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ശരിക്കും അതിന് പറ്റിയ ആളുകൾ ഈ ധ്യാനത്തിൽ പങ്കുചേരാൻ ഇതിൻ്റെ പേര് മാറ്റിയാൽ കൊള്ളാമെന്നാണ് പറയുന്നത്. ധ്യാനം എന്ന് പറയുകയാണെങ്കിൽ ബൈബിൾ കോഴ്സ് എന്ന് പറഞ്ഞാൽ ശരിയാവുന്നത് കട്ടുമണി വിശ്വാസ പരിശീലന ക്യാമ്പ് ആത്മവിശദീകരണം, ആന്തരിക വിശദീകരണം. പക്ഷെ അത് ധ്യാനമായിട്ട് കുറച്ചുകൂടി സെമിനാർ എന്നാലും സെമിനാർ അതിൽ നിങ്ങൾ പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം അത് പിന്നെ ചിന്തിക്കണം കൂടി. നമുക്കൊന്ന് ശ്രമിച്ച് പ്രാർത്ഥിക്കാം. ഇതിന് സമർപ്പിച്ചുകൊണ്ട് ദൈവം ദൈവമേ, ഇത് അങ്ങയുടെ പദ്ധതിയാണ്. ഇത് നടപ്പാക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് തന്നെ മാറ്റിത്തരണേ, അങ്ങ് തന്നെ മാറ്റിത്തരണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന. കർത്താവേ, ഈ തരത്തിലുള്ള ധ്യാനം കുറച്ചു പേർക്കായിട്ട് നടത്തുന്നത് അങ്ങ് തന്നെ ഇതിനെ അതോടൊപ്പം നിങ്ങളുടെ മേഖലയിൽ ഉദാഹരണത്തിന് വലിയ ധ്യാന കേന്ദ്രങ്ങളിൽ കോട്ടയം വയലിലൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൂടി നടത്താം അല്ലേ? അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കോട്ട, ഡിവൈൻ അതുപോലെയുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ ഒക്കെ ഇങ്ങനെ ഒരു കോഴ്സ് നടത്താൻ അല്ലെങ്കിൽ ധ്യാനം നടത്തിയാൽ
അവിടുത്തെ ശുശ്രൂഷകരും അവർക്കൊക്കെ അതിൽ പങ്കെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, അതുപോലെ ഏതെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ സ്കൂളുകളിൽ അല്ലെങ്കിൽ സെമിനാർ നടത്താൻ പറ്റിയ റിന്യൂവൽ സെൻറ്ററുകളിൽ, പാസ്റ്റർ സെൻറ്ററുകളിലൊക്കെ നടത്താൻ പറ്റുകയാണെങ്കിൽ കർത്താവെ അങ്ങ് ക്രമീകരിക്കണേ. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ്. അപ്പോൾ നമ്മളുടെ പദ്ധതി ഇപ്പോൾ അവസാന നിമിഷങ്ങളിലേക്ക് വരികയാണ്. നാളെ രാവിലെ 6:30-ക്കുള്ള കുർബാനയിലാണ് നമ്മൾ പങ്കുചേരുന്നത്. ഇവിടുത്തെ 6:30-ക്കുള്ള കുർബാന ഇതുപോലെയായിരുന്നു. അവിടെ 6:30-ക്കുള്ള കുർബാനയിൽ നമ്മളെല്ലാം പങ്കുചേരും. അത് കഴിഞ്ഞിട്ട് ഫൈനൽ ക്ലാസ്സുകളും അഭിഷേക പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് 12:30 മണിയോടൊപ്പം നമ്മൾ തീരുന്നു. അത് കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് ഇവിടുന്ന് പോകണം. ഒരു എന്താ ആശിർ ഭവനിൽ ഒരു ശുശ്രൂഷയുണ്ട്. ഡോക്ടർ അപ്പുവിൻ്റെയൊക്കെ ഗ്രൂപ്പിൻ്റെ ഒരു ക്രിസ്മസ് ധ്യാനം. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല. അപ്പോൾ അദ്ദേഹം പോണേരത്ത് പ്രത്യേകം പറഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ഇവിടുന്ന് ക്ലാസ് കേൾക്കാൻ പറഞ്ഞുകൊണ്ട് അവിടെ പോകും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഇവിടുന്ന് നീങ്ങിയിരിക്കും. അതുകൊണ്ട് നിങ്ങളെ അന്വേഷിച്ചാൽ കാണില്ല. ഞാൻ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ അല്പസമയം ചെറിയ ചെറിയ ബോധ്യങ്ങൾ, വീണ്ടും ചെറിയ ചെറിയ വാക്കുകളിലൂടെ വലിയ വലിയ ബോധ്യങ്ങൾ ഒന്നുകൂടിച്ച് പങ്കുവയ്ക്കാം. അപ്പോൾ ഇത് ലാസ്റ്റ് ടൈമാണ്. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് ഈ ധ്യാനത്തിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ സമയം കിട്ടില്ല. ഷോർട്ടായിട്ട് പങ്കുവയ്ക്കാം. ബാക്കി പിന്നെ നിങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുക. നിങ്ങളിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്നറിയാം. പണ്ട് ആന്തരിക വിശദീകരണം പോയി കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുൾ നൈറ്റ് ഇരുന്നുകൊണ്ട് ഇത് ഇതായ കാര്യങ്ങളും തമാശകളും കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ. ഇപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ള വിഷയം. യെസ്. അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയ ബോധ്യങ്ങൾ, ഉൾക്കാഴ്ചകൾ വായിക്കും. സാധാരണ ധ്യാനങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്ക് നിങ്ങൾ, നിങ്ങളുടെ, നിങ്ങൾക്ക്, നിങ്ങൾ, നിങ്ങളുടെ, നിങ്ങൾക്ക് വേണം, നിങ്ങളെ, അങ്ങനെ പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾ കേൾക്കുന്നതിനേക്കാളും വ്യത്യസ്തരാണ്. വാക്യം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വേർതിരിവ് എന്ന് പറയാൻ ഞങ്ങളെല്ലാം കഴിഞ്ഞവരാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു. അങ്ങനൊരു ധ്വനിയാണ് ഉണ്ടാവുന്നതും. ഞാനിവിടെ വന്നപ്പോൾ തുടങ്ങി ശ്രദ്ധിച്ചു, ബ്രദർ ഒരിക്കൽ പോലും നിങ്ങളോ നിങ്ങളെയോ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ, നമുക്ക്, നമ്മുടെ. അത് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും തുല്യരാണ് എൻ്റെ. എന്നെ ഒത്തിരി അധികം ആകർഷിച്ചു അവരുടെ കാര്യം. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, തമ്പുരാൻ അനുഗ്രഹിക്കുന്ന മാത്രമേ ഉള്ളൂ. ഈ അനുഗ്രഹിക്കുന്ന തമ്പുരാൻ ശപിച്ചു എന്ന് പറയുമ്പോൾ ഒത്തിരി എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ വിഷമവും തോന്നാറുണ്ടായിരുന്നു അത്യാവശ്യത്തെ ശപിക്കുന്നതിലേക്ക്. പക്ഷെ ബ്രദർ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നു. ആ ശപിച്ചു എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നും എങ്ങനെയാണെന്നും അർത്ഥം എന്താണെന്നും. അതുപോലെ തന്നെ മനസ്സിലാക്കുന്ന മറ്റൊരു സംശയമായിരുന്നു, പൂർവികരുടെ ശാപ പാപ ബന്ധനങ്ങൾ എന്ന് പറയുന്നു. കുറേ അധികം ആളുകളുടെ ധ്യാന വിഷയം, പ്രസംഗ വിഷയം തന്നെ ഇത് തന്നെയായിരുന്നു. ഇത് പറയുന്നത് ഒരുതരം രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അത് അങ്ങനെ ഇല്ല എന്നും
യേശുക്രിസ്തു തൻ്റെ പീഡാസഹനവും മരണോത്ഥാനവും വഴി അതെല്ലാം പരിഹരിച്ചിരിക്കുന്നെന്നും രക്ഷ നേടിയിരിക്കുന്നു എന്നും ഉള്ള അറിവ് ഒരുപക്ഷെ എന്നെപ്പോലെ നിങ്ങൾക്കും ആദ്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പുതിയ പുതിയ ബോധ്യങ്ങൾ. വിശുദ്ധ അർണോൾഡ് ജാക്സൺ ഒരിക്കൽ പറഞ്ഞു, ഒരു ഗർഭിണി എവിടെ ആയിരുന്നാലും അവൾ ജീവന് സാക്ഷ്യം നൽകുന്നു. അതുപോലെ തന്നെയാണ് ദൈവം വസിക്കുന്ന ഒരു മനുഷ്യനും. അവൻ എവിടെ പോയാലും ദൈവത്തെ കൂടെ കൊണ്ടുപോകുന്നു. ഈ ദിവസങ്ങളിലൊക്കെ വിടുന്നപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം അതാണ്. ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ട്, ഞാൻ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ കാണാൻ മറ്റുള്ളവരുടെ നേത്രങ്ങൾ തുറന്നു കൊടുക്കുക. അതാണ് ഈ ദിവസങ്ങളെ ഭക്തർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഒരിക്കൽ പിതാവായ ദൈവം പുത്രനോട് പറഞ്ഞു, ഞാൻ പുതിയൊരു സൃഷ്ടി നടത്താൻ പോവാം. എന്നിട്ട് ക്രിസ്താനോട് പറഞ്ഞു, ആ സൃഷ്ടി നടക്കുമ്പോൾ തന്നെ വിശദീകരിച്ചോളാം പറഞ്ഞു. തോമസിൻ്റെ വിശ്വാസ തീഷ്ണതയും പോളിൻ്റെ തീഷ്ണതയും തോമസിൻ്റെ വിശ്വാസവും പോളിൻ്റെ തീഷ്ണതയും പരിശുദ്ധാത്മാവിൻ്റെ തീവ്രതയും കൊടുത്തിട്ട് ഒരു സൃഷ്ടി നടത്തി പിതാവ്. ആ സൃഷ്ടിയാണ് ഈ ഇരിക്കുന്നത്. ഈ ചെറിയ വലിയ മനസ്സിൽ എന്തൊക്കെ നിക്ഷേപിച്ചാണ് വിട്ടിരിക്കുന്നത് എന്ന് ഇനിയും ലോകം കാണാനും അറിയാനും പോകുന്നതേ ഉള്ളൂ. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രഹസ്യാത്മതയും നിഗൂഢതയും കാലാകാലങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നത് പോലെയും ചില വ്യക്തികൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് പോലെയും ഈ മനസ്സിൽ നിന്നും ഇനി എന്തെല്ലാം മുദ്രയായിരിക്കുന്നു എന്ന് നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് കാണാൻ കാത്തിരിക്കാൻ പ്രാർത്ഥിക്കാം. കാരണം